നമ്മളൊരു ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുന്നത് ആ ഒരു ബാങ്ക് സേഫ് ആണെന്നാണ്. എന്നാൽ ആ ഒരു ബാങ്ക് തകർന്നു ഇല്ലെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ അക്കൗണ്ടിൽ ഒരു പക്ഷേ 2 ലക്ഷം രൂപ ഉണ്ടാകാം, 10 ലക്ഷം രൂപ ഉണ്ടാകാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ടാകാം. ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തിരികെ ലഭിക്കുമോ? നിലവിൽ ഒരു ബാങ്കിൽ നമ്മുടെ ടോട്ടൽ നിക്ഷേപത്തിന് ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരെ മാത്രമാണ്. 2020 5 ലക്ഷം രൂപ എന്ന രീതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉയർന്നത്. 1993 മുതൽ 2020 വരെ വെറും 1 ലക്ഷം രൂപ മാത്രമായിരുന്നു നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത്. സോ ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൻ്റെ ലൈസൻസ് ക്യാൻസൽ ആയെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബാങ്ക് തകർന്നു, അത് ലിക്വിഡിറ്റിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് മാത്രമാണ് തിരികെ ലഭിക്കുക. 2020 അവസാനമായിട്ട് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്ന 5 ലക്ഷം രൂപയായിട്ട് ഉയർന്നത്. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ മാത്രം മതിയോ? അത് കൂട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ വരുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞ കവറേജ് തുക 7.5 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്നാണ്. സോ ബാങ്കുകളിൽ ലഭ്യമായുള്ള DACGCയുടെ ഇൻഷുറൻസ് പരിരക്ഷയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ആദ്യം എന്താണ് DACGC? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. RBIയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ബാങ്കുകളിലെ നിക്ഷേപത്തിന് ഒരു ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒരു സ്ഥാപനമാണ്. ബാങ്ക് തകർന്നു കഴിഞ്ഞ് നിക്ഷേപങ്ങൾ സംരക്ഷിക്കാനായിട്ടാണ് ഇത് ഫോം ചെയ്തത്. 2025 മാർച്ച് 31 വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 97.6% ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഇൻഷുർഡ് ആണ്. ടോട്ടൽ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 240 ലക്ഷം കോടി രൂപയിൽ ഏകദേശം 100 ലക്ഷം കോടി രൂപ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇൻഷുറൻസ് പരിധിക്കുള്ളിൽ വന്നിരിക്കുന്നത്. ബാക്കി വരുന്ന 140 ലക്ഷം കോടി രൂപ കവേർഡ് അല്ല. അതായത് 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ളത്. അതാണ് ഈ ഒരു 100 ലക്ഷം കോടി രൂപയുടെ അണ്ടറിൽ വരുന്നത്. ബാക്കി ബാങ്കുകളിലുള്ള 140 ലക്ഷം കോടി രൂപ ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ കവേർഡ് അല്ല. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഇൻക്ലൂഡിംഗ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, അതുപോലെ തന്നെ പേയ്മെന്റ് ബാങ്കുകൾ എല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, അതുപോലെ തന്നെ ലോക്കൽ ഏരിയ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഒക്കെ ഈ ഒരു DACGCയുടെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അണ്ടറിൽ വരുന്നുണ്ട്. എന്നാൽ സൊസൈറ്റികൾ, നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സൊസൈറ്റികൾ, അതുപോലെ തന്നെ NBFCകളൊന്നും ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്നില്ല. സോ അവിടെ നമ്മൾ എത്ര രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാലും അതെന്തെങ്കിലും തകർന്നു കഴിഞ്ഞാൽ നമുക്ക് 1 രൂപ പോലും തിരികെ ലഭിക്കുകയില്ല. ആ ഒരു കാര്യം എപ്പോഴും നോട്ട് ചെയ്യുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബാങ്കിൽ ടോട്ടലി നമുക്ക് ലഭിക്കുന്ന ഒരു കവറേജാണ് 5 ലക്ഷം രൂപ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നമുക്ക് പല ബ്രാഞ്ചുകളിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാ അക്കൗണ്ടിലും കൂടി സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, അതുപോലെ തന്നെ FD, RD, അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് പലിശ, അങ്ങനെ എല്ലാം കൂടി നമുക്ക് 5 ലക്ഷം രൂപയുടെ കവറേജാണ് കിട്ടുന്നത്. അതേസമയം നിങ്ങൾക്ക് വേറൊരു ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്, അവിടെ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ബാങ്കിലും ഈ പറഞ്ഞ രീതിയിൽ 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് ഒരു ബാങ്കിൽ തന്നെ കീപ്പ് ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ബാങ്കുകളിലായിട്ട് നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഓരോ ബാങ്കിലും നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഒരു ഉദാഹരണം നോക്കാം. A എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തിക്ക് ഒരു പർട്ടിക്കുലർ ബാങ്കിൽ 3 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാങ്ക് തകർന്നു കഴിഞ്ഞ സമയത്ത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു 3 ലക്ഷം രൂപയും തിരികെ ലഭിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. സോ ആ ഒരു വ്യക്തിക്ക് ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ 3 ലക്ഷം രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ 3 ലക്ഷം രൂപയും കംപ്ലീറ്റ് ആയിട്ട് തിരികെ ലഭിക്കും. അതേസമയം വേറെ ഒരു വ്യക്തി, പേഴ്സൺ B, ആ ഒരു വ്യക്തിക്ക് സെയിം ബാങ്കിൽ 12 ലക്ഷം രൂപ നിക്ഷേപം ഉണ്ടായിരുന്നു. സോ ആ ഒരു ബാങ്ക് തകർന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ബാക്കി വരുന്ന 7 ലക്ഷം രൂപ കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് 5 ലക്ഷം രൂപ വരെ മാത്രമാണ്. ഇതൊരു ഇൻഷുറൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളുടെ ഡെപ്പോസിറ്റിന് ഒരു ഇൻഷുറൻസ് അവിടെ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രീമിയം ഉണ്ടാകും. ആ ഒരു പ്രീമിയം ആരാണ് പേ ചെയ്യുന്നത്? ആ ഒരു പ്രീമിയം നമ്മുടെ കയ്യിൽ നിന്നല്ല ഈടാക്കുന്നത്, ബാങ്ക് ഡയറക്റ്റ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഓരോ 100 രൂപക്കും 12 പൈസയാണ് ബാങ്കുകൾ ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷക്കായിട്ട് ഈ ഒരു സ്ഥാപനത്തിന് നൽകുന്നത്. ഇതിനു മുമ്പ് 2025 ഏപ്രിൽ 1 ഇത് ഓരോ 100 രൂപക്കും 10 പൈസ ആയിരുന്നു. 2020 വരെ ഈ ഒരു എമൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഓരോ 100 രൂപക്കും 10 പൈസ. 2020 ഏപ്രിൽ 1 മുതലാണ് ഇത് 10 പൈസയിൽ നിന്നും 12 പൈസയായിട്ട് ഉയർന്നത്. അതായത് 2020 ഏപ്രിൽ 1 ഈ ഒരു ഇൻഷുറൻസ് കവറേജ് തുകയും 1 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു 5 ലക്ഷം രൂപയുടെ കവറേജ് വീണ്ടും ഉയർത്തുമ്പോൾ ഈ ഒരു പ്രീമിയം തുകയും കൂടുതൽ ഉയരും. ആ ഒരു പ്രീമിയം തുക ബാങ്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റി ഇത് ബാധിക്കും. കാരണം ബാങ്കുകൾക്ക് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടി അധികം തുക ചിലവാക്കേണ്ടതായിട്ട് വരും. സോ അവരുടെ എക്സ്പെൻസ് കൂടും. സോ അവരുടെ പ്രോഫിറ്റ് കുറയും. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ബാങ്ക് തീർച്ചയായിട്ടും വേറെ രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കും. അതായത് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്നും പണം ഈടാക്കി അവരുടെ വരുമാനം കൂട്ടും. അതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഈ
ഒരു ഇൻഷുറൻസ് പ്രീമിയം വാങ്ങാനായിട്ട് പാടില്ല എന്നേ ഉള്ളൂ. എന്നാൽ സർവീസ് ചാർജ് കൂട്ടിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ രീതിയിൽ അവർ ഇൻകം ജനറേറ്റ് ചെയ്യും. സോ ഇങ്ങനെ ബാങ്കുകളിലെ നിക്ഷേപങ്ങളെ സേഫ് ആക്കാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം ഉണ്ട്. അതിനുവേണ്ടി ബാങ്കുകൾ പ്രീമിയം നൽകുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലെയിമിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് 2025-2026 സാമ്പത്തിക വർഷത്തിൽ തകർച്ച നേരിട്ട 72 കോഓപ്പറേറ്റീവ് ബാങ്ക്സിനായിട്ട് 1988 കോടി രൂപ ക്ലെയിം നൽകിയെന്നാണ് നമുക്ക് DACGCയുടെ വെബ്സൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കുക. 2024-2025 476 കോടി രൂപയുടെ ക്ലെയിം നൽകി. ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് 2025 മാർച്ച് 31 വരെ ഏകദേശം 296 കോടി രൂപ 27 കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വന്ന ക്ലെയിമിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1954 കോടി രൂപ 389 കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ക്ലെയിമിന് വേണ്ടി നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലെയിം വന്നിരിക്കുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കുകളാണ്. അതായത് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ലൈസൻസ് ആണ് ഏറ്റവും കൂടുതൽ കട്ടായിരിക്കുന്നത്. കോഓപ്പറേറ്റീവ് ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിരിക്കുന്നത്. ഈ ഒരു ഇൻഷുറൻസ് കവറേജ് എമൗണ്ട് 1993 മുതൽ 2020 വരെ 1 ലക്ഷം രൂപയായിരുന്നു. 2020 അത് 5 ലക്ഷം രൂപയായിട്ട് ഉയർന്നു. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ നിലവിൽ സഫീഷ്യൻ്റ് ആണ്. ഈ ഒരു കവറേജ് തുക വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നവരുണ്ട്, വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട്. വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നവർ അതിനായിട്ട് പറയുന്ന റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് വിലക്കയറ്റമാണ്. 2020 5 ലക്ഷം രൂപയുടെ മൂല്യമല്ല ഇപ്പോൾ നിലവിൽ 2026 അപ്പോൾ അവിടെ ഒരു പണപ്പെരുപ്പം വന്നിട്ടുണ്ട്. പിന്നെ പറയുന്ന മറ്റൊരു റീസൺ മിഡിൽ ക്ലാസിൻ്റെ ഒരു സേവിങ്സ് കൂടിയിട്ടുണ്ട്. സോ അവർ ബാങ്കിൽ കീപ്പ് ചെയ്യുന്ന എമൗണ്ട് ഇപ്പോൾ കൂടുതലാണ്. മിക്ക ഫാമിലീസിനും ബാങ്കിൽ 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും സേവിങ്സ് ആയിട്ടുള്ളത്. സോ 5 ലക്ഷം രൂപയ്ക്ക് മാത്രം ഒരു ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് മതിയാവില്ല. മൂന്നാമതായിട്ട് പറയുന്ന ഒരു റീസൺ വിശ്വാസം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. കവറേജ് തുക കൂട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ബാങ്കിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. അത് ബാങ്കിലേക്ക് കൂടുതൽ പണം വരുന്നതിന് കാരണമാകും. അത് രാജ്യത്തിന്റെ എക്കണോമിക്കും ഗുണം ചെയ്യും. പിന്നെ സർക്കാർ തന്നെ ഈ ഒരു എമൗണ്ട് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന രീതിയിൽ പല റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞ എമൗണ്ട് 7.5 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്നാണ്. ഇനി ഒരു കവറേജ് തുക വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നവരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ബാങ്കുകൾക്ക് എക്സ്പെൻസ് കൂടും. ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിനായിട്ടൊരു പ്രീമിയം എമൗണ്ട് ബാങ്കുകൾ നൽകേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിലവിൽ അത് 12 പൈസയാണ് ഓരോ 100 രൂപയ്ക്കും. അപ്പോൾ ഈ ഒരു കവറേജ് തുക കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രീമിയം എമൗണ്ടും കൂട്ടും. അപ്പോൾ ബാങ്കുകൾക്ക് അത് അധിക ബർഡനായിട്ട് മാറും. രണ്ടാമതായിട്ട് കസ്റ്റമർ അവർ എടുക്കുന്ന റിസ്ക് കൂട്ടും. അപ്പോൾ ബാങ്കുകളിൽ കൂടുതലായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ വന്നു കഴിഞ്ഞാൽ ബാങ്കുകളിൽ കീപ്പ് ചെയ്യുന്ന എമൗണ്ട് കൂട്ടും. സോ കസ്റ്റമർ കൂടുതലായിട്ട് റിസ്ക് എടുക്കും. അതും ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. മൂന്നാമതായിട്ട് കംപ്ലീറ്റ് എമൗണ്ടിനും ഇൻഷുറൻസ് ഉറപ്പാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഒരു പരിധിവരെ മാത്രമേ ഇൻഷുറൻസ് നൽകാനാകൂ. അല്ലെങ്കിൽ ഇൻഷുറൻസ് ഫണ്ടിന് വലിയ സമ്മർദ്ദം ഉണ്ടാകുമെന്നാണ് പറയുന്ന മറ്റൊരു റീസൺ. എന്തായാലും ഈ ഒരു ഇൻഷുറൻസ് കവറേജ് എമൗണ്ട് കൂട്ടാനുള്ള ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 2026 മുതൽ റിസ്ക് അടിസ്ഥാനമാക്കിയുള്ള ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് പ്രീമിയം സംവിധാനം നടപ്പിലാക്കുകയാണ്. കൂടുതൽ റിസ്ക് ഉള്ള ബാങ്കുകൾ കൂടുതൽ പ്രീമിയം നൽകേണ്ടതായിട്ട് വരും. ഇത് ബാങ്കിംഗ് മേഖലയെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു കവറേജ് തുക സഫീഷ്യൻ്റ് ആണോ? ഇപ്പോൾ നിലവിൽ 2026 5 ലക്ഷം രൂപയുടെ എമൗണ്ടിന് മാത്രം ഇൻഷുറൻസ് പരിരക്ഷ മതിയോ? ഇനി ഇത് കൂട്ടണമെങ്കിൽ എത്ര ലക്ഷം രൂപയ്ക്ക് കവറേജ് തുക കൂട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കമൻറ്റ് ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി